ചില്ലി കുപ്പിയിലാണ് ഗൈസ് പടക്കം പൊട്ടിക്കാൻ പോണത്. ചില്ലി പൊട്ടിത്തെറിക്കുമെന്നാവോ? ഭഗവതി എന്തിനാ പേടിക്കുന്നത്? അതെവിടെയല്ലേ? അവിടെ ഇരുന്നോ അമ്മ അങ്ങനെയാണോ കത്തിച്ചത്? അയ്യോ ഇനി കത്തിക്കണോ? ആ ഇപ്പൊ എടുത്തു. കാശി ആരാവുന്ന്? പോലീസാ? കാശി വേർത്ത് കുളിച്ച് നിക്കാണ്ടാ. എടുക്കണാ? ഞാൻ പടക്കത്തിന്റെ അടുത്തേക്ക് പോകും. പേടിയാണ് കാശിക്ക്. കമ്പിത്തിരി കാശി എന്താടാ കട്ടിനാണ്? ഹലോ ഗൈസ്, അപ്പൊ നാളെ വിഷു ആയിട്ട് നമ്മളെ വീട്ടിലെ കുറച്ച് കലാപരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മള് കണിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുറ്റത്ത് ചേട്ടായും ചേച്ചിയും കാശിയൊക്കെ കൂടി പടക്കമല്ല കമ്പിത്തിരി കത്തിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെന്തൊക്കെയാന്നുള്ളത് കണ്ടു വെക്കാം. ഇവിടെ അമ്മച്ചി ഇരുന്നത് അമ്മച്ചി പൂവൊക്കെ അരിഞ്ഞോണ്ടിരിക്കാണ്ട്. കണി വെക്കാൻ നേരത്ത് കൃഷ്ണനെ വെക്കാൻ വേണ്ടിയിട്ട് വെക്കണ സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂവൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ചെത്തി ഉണ്ട്, കുറെ തുളസി ഉണ്ട്, ജമന്തി ഉണ്ട്. ഇതൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടോ. നമ്മുടെ വീട്ടിലൊന്നുമില്ല. ഉരുളി ഇവിടെ അമ്മച്ചി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെക്കാനുള്ള കണിയുടെ സാധനങ്ങളൊക്കെ അതെ ഇവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കണിക്കൊന്നപ്പൂ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ കുട്ടിക്കൃഷ്ണൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കണ മയിൽപ്പീലി ഇവിടെ ഇരിപ്പുണ്ട്. ഒറിജിനൽ മയിൽപ്പീലി വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മുറ്റത്ത് നമുക്ക് കുറച്ച് കളിപ്പാട്ടമുള്ള കുറച്ച് പടക്കവും കമ്പിത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മുറ്റത്ത് പോയി നോക്കാം കേട്ടോ. അവരിവിടെ കമ്പിത്തിരി പൊച്ചിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബി ചേട്ടായി ചേച്ചിയൊക്കെ ഉണ്ട്. കമ്പിത്തിരിയിലാണ് തുടങ്ങിയേക്കണേ. അബി അയാനെ നോ 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 ആ മെഴുതിരിയാണ് കത്തിക്കണേ അല്ലേ? ആ ഓക്കെ. കാശി ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ആണോ? ഓ ആകാശത്ത് പൊട്ടി പോകുന്നാണ് കാശി പറയണേ. ഓക്കെ. 3 മുട്ടകളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഇട്ടാണ് കേട്ടോ ഗൈസ്. രാത്രിയല്ലേ, അപ്പൊ നമ്മള് പടക്കം പൊട്ടിക്കണൊക്കെ കുറച്ചേരം കാണാം. എന്നിട്ട് നമുക്ക് നാളത്തെ വിശേഷം കൂടി കണ്ടിട്ട് ഇരുട്ട്. അപ്പൊ ഞാനും അയ്യം ബേബിയും കൂടിയാണെന്ന് വ്ലോഗ് എടുക്കാൻ പോകുന്നേ. അയ്യം ബേബി ഹായ് പറഞ്ഞേ. ഹായ്. ഗൗരവത്തിലാണ് കേട്ടാ. അപ്പൊ ഞങ്ങള് വേഗം തന്നെ പടക്കമൊക്കെ കത്തിച്ച് തീർക്കട്ടെ കേട്ടാ. ഹായ് ഹായ് ഹായ്. ഇവിടെ സന്തോഷം കാണിച്ചോ. കണ്ടോ കമ്പിത്തിരി കത്തുമ്പോ ഒരാളുടെ സന്തോഷം കണ്ടോ? മുട്ടയുടെ സന്തോഷം കണ്ടോ? ഇതിന്റെ മേളിൽ വെച്ചിട്ട് കത്തിക്കാം. എന്താ കാശി പറഞ്ഞേ? കളയാൻ പോണല്ല, അത് കത്തിക്കാൻ പോണതാ. 3 മത്താപ്പ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ റോട്ടില്. അയ്യോ കാണല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ആ കമ്പിത്തിരിയായിട്ട് വരുന്നുണ്ട്. ഒരാളിവിടെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. കണ്ടോട്ടാ ഒരാളുടെ ചിരി കണ്ടോട്ടാ. അബിക്ക് ഇഷ്ടായോ? എങ്ങനെ പൂത്തിരി കത്തിച്ചേ? എങ്ങനെ കത്തിച്ചേ? ഇഷ്ടായോടാ? ഇഷ്ടായോ? ആ അങ്ങനെയാണോ കത്തിച്ചത്? അയ്യോ ഇനി കത്തിക്കണോ? ആ ഇപ്പൊ എടുത്തു. അയ്യം ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മത്താപ്പൂ. കാശിക്ക് ഇഷ്ടായോ? കാശി പേടിച്ചു പോയി. എന്തിനാ പേടിച്ചേ? മോളിൽ പോയപ്പോ പേടിച്ച്. കാശീനെ പാലുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കമ്പിത്തിരി ഇപ്പൊ കത്തിക്കാൻ എടുത്തേണ്ട. അതുകൊണ്ട് കാശി ഇച്ചിരി പാലുടിച്ച് വേർത്ത് കുളിച്ച് കാശി അല്ലേ. ഇനി കത്തിക്കണോ കമ്പിത്തിരി?
ബാക്കി കത്തിക്കാൻ നമുക്ക്. ബാക്കിയും കൂടി കത്തിക്കാം, മുഴുവൻ കത്തിക്കാം. മത്താപ്പൂ കത്തിക്കാം. വിഷു അല്ലേ നാളെ? ഹാപ്പി വിഷു പറഞ്ഞ എല്ലാവർക്കും. ഹാപ്പി വിഷു എന്ന് പറഞ്ഞേ. ചിരിച്ചോണ്ട് പറയാ എങ്ങനെയാണ്? ബേബി ഇവിടെ ഹാപ്പി വിഷു പറഞ്ഞേന്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. ഓക്കെ, കാശിക്കുട്ടൻ അങ്ങനെ കാറിന്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കാണ്ട് ഇത് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും വന്നിട്ടുണ്ട്. കാശി, അച്ചമ്മ അതേ പൂ വെട്ടാനുള്ള നൂലൊക്കെ കോർത്തോണ്ടിരിക്കാൻ. കാശി ഇറങ്ങിക്കോ. അയ്യോ ഇറങ്ങിക്കോ. അച്ചമ്മ അല്ല, അമ്മയെ പിടിച്ചേക്കണേ. തത്തമാരെയൊക്കെ വിളിക്കാം നമുക്ക് പടക്കം പൊട്ടിക്കാൻ. ഇറങ്ങി. അയ്യോ സ്പൈഡർമാനാ കേറി പോണേ. ഇറങ്ങിക്കോ. ഇറങ്ങിങ്ങോട്ട് തിരിഞ്ഞിരിക്കും സ്പൈഡർമാൻ. കാശിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാശി അച്ചമ്മയുടെ മേത്തേറി ഇരിപ്പുണ്ട്. ഐ ആം ബേബി ഹാപ്പി. ചില്ലുകുപ്പിയിലാണ് ഗൈസ് പടക്കം പൊട്ടിക്കാൻ പോണത്. ചില്ല് പൊട്ടിത്തെറിക്കുമെന്നാവോ? ഭഗവതി, ഞാൻ പേടിച്ചു. കാശി ആരാവുന്ന്? പോലീസാ? കാശി വേർത്ത് കുളിച്ച് നിക്കാണ്ടാ. ഇരിക്കണ? ഞാൻ പടക്കത്തിന്റെ അടുത്തേക്ക് പോകും. പേടിയാണ് കാശിക്ക്. കമ്പിത്തിരി നോക്കട്ടെ. അയാനെ ചിറ്റ് കാശി എന്താ ഈ പൂ എടുത്തോണ്ടിരിക്കണേ? ഇതാ അമ്മയുടെ തലയിൽ വെക്കണോ? അച്ചമ്മ എന്താ ചെയ്യണേ? ചെമ്പരത്തിപ്പൂ തരാന്ന് ചെമ്പരത്തിപ്പൂ എന്തിനാ? എന്റെ തലയിൽ വെക്കാനാണാടാ? തേന് കുടിച്ചല്ലേ? ഇത് തേനൊന്നുമില്ല. അച്ഛമ്മക്ക് രണ്ടെണ്ണം കൊണ്ട് ശല്യായിട്ടുണ്ട് മേടിച്ചത്. എടാ അബി, അയാനെ എടാ വേണ്ടാടാ, കുട്ടിച്ചോറാക്കിയല്ല. ഗുഡ് നൈറ്റ്. എന്ത് പറയാനാ? കാശി ഉറങ്ങാൻ പോവാണ്ടേനെ അല്ലേ? ഉറങ്ങാൻ പോവല്ലേ? നാളെ എണീച്ച് കഴിയുമ്പോ കാശിക്ക് കണി കാണാനുള്ള. കാശി ഉറങ്ങാൻ പോവാണേ. പിന്നെന്ത് ചെയ്യാൻ പോവാ? വേണ്ട, ഇന്നിനി സാധനം ഉണ്ടാക്കണ്ട. എന്ത് സാധനം ഉണ്ടാക്കാൻ പോണേ? ഒരു തൂവലുണ്ട് അതില്. അത് വെച്ച് തൂവലല്ല, എന്താ കയ്യിലിരിക്കണേ? ചില്ലോ നോക്കട്ടെ. സ്ലൈഡിന്റെ സാധനമുള്ളോ? അപ്പോൾ കാശിക്കൂട്ടിനൊക്കെ ഉറങ്ങിയ ശേഷം അച്ഛമ്മ രാത്രി ഇതുപോലെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുപ്പിനെ എണീച്ച് ഞങ്ങൾ കണിയൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ മൊത്തം അലമ്പായനെ. കാശി ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ കണി കാണാനൊക്കെ എണീക്കാൻ വേണ്ടിയിട്ട്. അവൻ വെളുപ്പിനെ എണീച്ച് കണ്ടിട്ട് പിന്നെയും കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീച്ചിട്ട് വീണ്ടും കണ്ടു. അപ്പോൾ നമ്മളെ കണിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒരുക്കിയൊക്കെ വെച്ചത് അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ അപ്പൂപ്പനൊക്കെ വന്ന് കൈനീട്ടമൊക്കെ തന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. ബേബിയുടെ അപ്പൂപ്പനാണ് കേട്ടോ അത്.
അപ്പോൾ കാശിക്കുട്ടിന് കൈനീട്ടം കിട്ടിയതൊക്കെ അതേ കാശിക്കുട്ടൻ്റെ കുടുക്കയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറ്റും, ഇങ്ങനെ ഇങ്ങനെ ഇടണം. അമ്മ കാണിച്ചു തരാം. ഇട്ടോ. ഓക്കെ, യെസ്, ഡൺ. തുറക്കാൻ പറ്റൂല ഒന്നും. കാശിന്റെ കുടുക്കയിന് എടുത്ത് വെച്ചേക്കട്ടെ. അയാൻ്റെ ചെവിയിൽ പോയിട്ട് എന്തോ രഹസ്യം പറയണ്ട്. എന്താണാവോ? എന്താ പറഞ്ഞേ? സ്വകാര്യം പറയണാണ്. എന്താടാ അഭി പറയണ ചേട്ടൻ? എന്താടാ കട്ട് തിന്നണേ? തേങ്ങയൊക്കെ എടുത്ത് തിന്നാണാ സമ്പായിക്ക് വെച്ചത്? നോക്കട്ടെ എന്തോരായി തിന്നു. തുടങ്ങിയിട്ടുള്ളൂ. വേറെ എന്തൊക്കെ തിന്നെടുത്ത്? കുങ്കുമൊക്കെ വാരി തേച്ചിട്ടുണ്ട് നെറ്റിക്കാൻ. പിന്നെ എന്തൊക്കെ ചെയ്ത്? പിന്നെയോ? മാലയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ 2 കണിന്ന് എടുത്തിട്ടില്ലേ മാലയൊക്കെ? അതിന് എന്തൊക്കെ പറക്കി എടുത്ത്? പിന്നെ തേങ്ങ. പിന്നെയോ? തക്കാളി തിന്നാ? തക്കാളി ഓരെണ്ണം ഇരിപ്പുണ്ട്, ഒരെണ്ണം തിന്നാ. പിന്നെയോ? ഓറഞ്ച് തിന്ന്. ഇതൊക്കെ പറക്കി തിന്ന്. അപ്പൊ കണ്ണന് ഇനിയൊന്നുമില്ല. കണി വെച്ച സാധനമൊക്കെ എടുത്ത് തിന്നാവോ? പിന്നെ എന്തിനാ തിന്നേ? പഴം തിന്നാ? അപ്പോൾ തേങ്ങ മുഴുവൻ കടിച്ചു കുറച്ച് തിന്നാൻ പറ്റാത്തതുകൊണ്ട് എലി കരണ്ട പോലെ ഈ കണക്കിന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാശി. അപ്പോൾ നമ്മുടെ വിഷു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല കൂട്ടുകാരെ. ബൈ.